എന്തിനാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ട്രേഡ് പഠിക്കേണ്ടത്. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫോറക്സ് ട്രേഡിംഗ് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാം, സിമ്പിൾ സ്ട്രാറ്റജി വെച്ച് കോടികൾ ഉണ്ടാക്കാം, ലക്ഷങ്ങൾ ഉണ്ടാക്കാം, ഇതെല്ലാം ക്ലിക്ക് ബേറ്റ്സ് എന്ന് പറയും. ഇങ്ങനെയുള്ള വീഡിയോസ് ആണോ നമുക്ക് വേണ്ടത്, അതോ പക്ക ഇൻഫർമേഷൻ നിറഞ്ഞിട്ടുള്ള വീഡിയോസ് ആണോ വേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഇതിലെല്ലാം ലാക്ക് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഈ യൂട്യൂബ് വീഡിയോസ് നമ്മൾ കണ്ട് ട്രേഡിംഗ് പഠിച്ചാൽ, ഇല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഈ ട്രേഡിംഗ് പഠിപ്പിക്കുന്ന മെൻറ്റേഴ്സോ എടുക്കുന്ന കോഴ്സ് പഠിച്ചാൽ നമ്മൾ പ്രോഫിറ്റിലായിരിക്കുമോ? ഹലോ ഫോറക്സ് ട്രേഡേഴ്സ്, ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ട്രേഡ് ഹബ് ലൈവ് എന്ന പേരുള്ള യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇല്ലെങ്കിൽ എന്തെല്ലാം കണ്ടൻസ് ആണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ട്രേഡ് എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ട്രേഡ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എന്തൊക്കെയാണ് നമുക്ക്, എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, എന്തിനാണ് ട്രേഡ് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ബേസിക്കലി വി വാണ്ട് ടു മേക്ക് സം മണി, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ട്രേഡ് ചെയ്യുന്നത്. എല്ലാവരും ഇതിലേക്ക് വരുന്നതും അങ്ങനെയാണ്. എളുപ്പത്തിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം, അധികം ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചിട്ടാണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടാണ് എല്ലാവരും തന്നെ ട്രേഡിങ്ങിലേക്ക് വരുന്നത്. ഓക്കെ, സോ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫോറക്സ് ട്രേഡിംഗ് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാം, ഇല്ലെങ്കിൽ ഒരു നിസ്സാര സ്ട്രാറ്റജി, ഈ സിമ്പിൾ സ്ട്രാറ്റജി വെച്ച് കോടികൾ ഉണ്ടാക്കാം, ലക്ഷങ്ങൾ ഉണ്ടാക്കാം, ഇതെല്ലാം ക്ലിക്ക് ബേറ്റ്സ് എന്ന് പറയും. ഇത് കണ്ടു കഴിയുമ്പോൾ അവിടെ പോയി ക്ലിക്ക് ചെയ്യും, ആ വീഡിയോ കാണും, ആ വീഡിയോ ഇടുന്ന ആൾക്കൊരു 10 കാശ് കിട്ടും. ഇതാണ് ബേസിക് ആയിട്ട് ഫോറക്സ് വീഡിയോസ്, ഈ യൂട്യൂബിനകത്ത് കിടക്കുന്ന ഫോറക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലെല്ലാം തന്നെ ഉള്ളത്. സോ ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത്, ഞാനും തുടങ്ങാൻ വേണ്ടി പ്ലാൻ ഇട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഇങ്ങനെയുള്ള വീഡിയോസ് ആണോ നമുക്ക് വേണ്ടത്, അതോ പക്ക ഇൻഫർമേഷൻ നിറഞ്ഞിട്ടുള്ള വീഡിയോസ് ആണോ വേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പോയിട്ട് യൂട്യൂബ് ചാനൽ മലയാളത്തിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഫോറക്സ് ട്രേഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വീഡിയോസ് വരും. അതിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം തൊട്ട്, എന്താണ് ലോട്ട് സൈസ്, എന്താണ് ഫോറക്സ് ട്രേഡിംഗ്, വാട്ട് ഈസ് ഫോറക്സ് പേസ്, അങ്ങനെയുള്ള എല്ലാവിധ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അതിനകത്തുണ്ട്. പക്ഷേ ഇതിലെല്ലാം ലാക്ക് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഈ യൂട്യൂബ് വീഡിയോസ് നമ്മൾ കണ്ട് ട്രേഡിംഗ് പഠിച്ചാൽ, ഇല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഈ ട്രേഡിംഗ് പഠിപ്പിക്കുന്ന മെൻറ്റേഴ്സോ എടുക്കുന്ന കോഴ്സ് പഠിച്ചാൽ നമ്മൾ പ്രോഫിറ്റിലായിരിക്കുമോ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. യൂട്യൂബ് കണ്ട് ട്രേഡ് പഠിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, യൂട്യൂബിലെ വീഡിയോസ് മാത്രം കണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പ്രോഫിറ്റിലാണോ? അങ്ങനെ പോയാൽ ഈ ട്രേഡിംഗ് യൂട്യൂബിലുള്ള വീഡിയോസ് ഒന്നും കണ്ടാൽ പോരെ, അവരെല്ലാവരും പ്രോഫിറ്റിലായിരിക്കും. എല്ലാവർക്കും എല്ലാ പണിയും കണ്ട് യൂട്യൂബ് ട്രേഡിംഗ് പഠിച്ചാൽ മതിയല്ലോ. സോ സത്യത്തിൽ ഈ യൂട്യൂബ് വീഡിയോസ് കണ്ട് പഠിച്ചാലും ശരി, ഒരു ട്രേഡിംഗ് സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ പോയി അവരുടെ കോഴ്സ് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് പഠിച്ചാലും ശരി, പ്രോഫിറ്റിലാകുക എന്ന് പറയുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ കൊല്ലങ്ങളോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഞാനൊരു 7 years ആയിട്ട് ഞാൻ ട്രേഡിംഗ് ഫീൽഡിലുണ്ട്. ഒരു ഫസ്റ്റ് 2-3 years ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. അത് ആക്ച്വലി എല്ലാവർക്കും അങ്ങനെയാണ്. അത് പ്രോപ്പറായിട്ടൊരു മെൻറ്റർ ഇല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യമാണ്. എന്നെ ഒരു ഫ്രണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ട്രേഡിങ്ങിലേക്ക്. പുള്ളി കുറച്ചാൾ ട്രേഡ് ചെയ്തിരുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം നിർത്തിപ്പോയി. പക്ഷേ ഞാൻ അപ്പോഴും ഭയങ്കര ലോസിലേക്ക് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒന്നുകിൽ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് മാക്സിമം നന്നായിട്ട് പഠിച്ച് ചെയ്യണം. ഇത് എവിടെ പോയി പഠിക്കും? പഠിക്കാനായിട്ട് അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല. ഇനി പഠിച്ചാൽ തന്നെ നമ്മളുടെ കൂടെ ഇരുന്ന് നമുക്ക് ആ ട്രേഡ് പറഞ്ഞു തരുന്ന സ്ഥാപനങ്ങളില്ല. കോഴ്സ് പഠിപ്പിക്കും, 1 lakh ഉണ്ടാവും, 50,000, 20,000 കോഴ്സുകളുണ്ട്, 1 week ക്ലാസ്സുകൾ അല്ലെങ്കിൽ 1 month ക്ലാസ്സുകളെല്ലാം ഉണ്ട്. പക്ഷേ ലൈവ് മാർക്കറ്റ് കണ്ടീഷൻസിൽ എങ്ങനെ ട്രേഡ് എടുക്കാം, എവിടെ ട്രേഡ് എടുക്കാം എന്ന് പഠിപ്പിച്ച് തരുന്ന സ്ഥാപനങ്ങൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് 100 എടുത്ത് ചിലപ്പോൾ 1-2 കാണും. അതും ലൈവ് ട്രേഡിംഗ് സെഷനിൽ ട്രേഡ് പറയാനായിട്ട് മെൻറ്റേഴ്സിനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ ബുദ്ധിമുട്ടാണ്. കാരണം അവർ ട്രേഡ് പറഞ്ഞ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ, നഷ്ടം വന്നാൽ ഈ സ്റ്റുഡൻസ് എങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ കോഴ്സിനെ എങ്ങനെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് ഒരു വിഷയമാണ്. അതുകൊണ്ട് അവരാരും തന്നെ ലൈവായിട്ട് ട്രേഡ് പറഞ്ഞു തരാൻ പോകുന്നില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഉണ്ടാവും, ഇല്ല, എല്ലാവരെയും ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല, വളരെ ചുരുക്കം ചില പേരെ ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, നമുക്ക് ഫുള്ള് ലൈവ് അങ്ങ് പോവാം. ട്രേഡ്സ് ഞാൻ എടുക്കുന്ന ട്രേഡ്സ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ടീമുണ്ട്, എൻ്റെ ഓഫീസിൽ 4-5 പേരടങ്ങുന്ന ടീമുണ്ട്. ഞങ്ങൾ എടുക്കുന്ന ട്രേഡ്സ് ഫുള്ള് ലൈവായിട്ട് അങ്ങ് പോവാം. യൂട്യൂബ് ലൈവ്, ഈ മലയാളത്തിലുള്ള ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ, മലയാളം മീൻസ് കേരളത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ഒരു ലൈവ് ചാനൽ
ട്രേഡിങ് ഫുള്ള് ലൈവാണ്, എല്ലാം ലൈവ് ട്രേഡ്സ് ആണ്. കഴിഞ്ഞു പോയ ട്രേഡുകൾ പറഞ്ഞ് കഥ പറഞ്ഞിട്ട് അത് വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്ന കാര്യങ്ങളല്ല, ലൈവ് ആയിട്ട് ഉള്ള ട്രേഡ്സ്. അതാണ് ആക്ച്വലി ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ള ഒരു ട്രേഡർക്ക് വേണ്ടത്. ഒരു ട്രേഡ് അറ്റൻഡ് ചെയ്യുക, ഒരു ട്രേഡ് എടുക്കുക, എന്നിട്ട് എന്തുകൊണ്ട് ആ ട്രേഡ് എടുത്തു എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്, എന്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വെച്ചു എന്ന് പറയുക, ടാർഗറ്റ് അത് വെച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഒരു ട്രേഡ് എൻ്റർ ചെയ്യുമ്പോൾ കൺട്രോൾ ഉള്ള കാര്യങ്ങൾ ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മളിടുന്ന ലോട്ട് സൈസ്, അത് നമ്മുടെ കൺട്രോളിലാണ്, നമുക്ക് കൊടുക്കുക. 2 ലോട്ടോ 10 ലോട്ടോ 20 ലോട്ടോ നമുക്ക് പ്ലേസ് ചെയ്യാം. പിന്നെ നമ്മൾ വെക്കുന്ന സ്റ്റോപ്പ് ലോസ്, അപ്പോൾ ഒരു 1% റിസ്ക്, 2% റിസ്ക്, അങ്ങനെ പലരും പല രീതിയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക. ചിലർ 10 പിപ്പ് വയ്ക്കും, ചിലർ 20 പിപ്പ് വയ്ക്കും, ചിലർ സ്വിങ് ലോ വയ്ക്കും. അപ്പോൾ ആ വെക്കുന്ന സ്റ്റോപ്പ് ലോസും നമ്മൾ ഇടുന്ന ലോട്ട് സൈസും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇത് മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. ടാർഗറ്റ് ചിലർ വെക്കും 1:20, 1:10 റിസ്ക് റേഷ്യോയിൽ ഞാൻ എക്സിറ്റ് ചെയ്യുള്ളൂ എന്നൊക്കെ പറയും. അതൊക്കെ ആക്ച്വലി അതെല്ലാം ഫൂളിഷ്നെസ് ആണ്. ലൈവ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ഫൂളിഷ്നെസ് ആണ്. തിയറിയിൽ ഇതെല്ലാം പറയാൻ പറ്റും, ഭയങ്കര ഈസിയാണ്. ഞാൻ 1:20 എടുത്തിട്ടേ ഇറങ്ങുള്ളൂ എന്നൊക്കെ പറയാം. 1:19% വരെ പോയിട്ട് തിരിച്ചു താഴ്ത്തിക്ക് വന്ന് എന്ത് ചെയ്യും? സോ ലൈവ് മാർക്കറ്റ് കണ്ടീഷനിൽ മാർക്കറ്റ് എങ്ങനെയാണ് മാറുക എന്നുള്ളത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ടാർഗറ്റ് വെച്ചിരിക്കുന്ന ടാർഗറ്റ് ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യണോ അതോ നമ്മൾ പാർഷ്യൽ ഒഴിവാക്കിയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പുറത്തിറങ്ങണോ എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് ലൈവ് മാർക്കറ്റ് കണ്ടീഷൻസിലാണ്. അല്ലാതെ ഒരു അവിടെ കൊണ്ട് TP വെച്ച് അവിടെ അടിച്ചാൽ ഇറങ്ങുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ ചിലപ്പോൾ മാർക്കറ്റ് നമ്മളെ പറ്റിക്കും. സോ ഈ സാധാരണഗതിയിൽ ആൾക്കാർ സംസാരിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് റിയൽ ആയിട്ടുള്ള ട്രേഡിംഗ് സെഷൻസ് എന്താണ് എന്നുള്ളതാണ്. എൻ്റെ ലൈവ് റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മളൊരു ലൈവ് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. സോ അപ്പോൾ അതിന് മുമ്പ് എന്തെല്ലാമാണ് നമ്മൾ ഈ ലൈവ് സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഫ്യൂച്ചർ എന്താണ് യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക്, ബിഗിനേഴ്സിനായാലും സെമി അഡ്വാൻസ്ഡ് ആയാലും, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പ്രോഫിറ്റബിൾ ആണെങ്കിൽ നമ്മുടെ ചാനൽ വന്നിരിക്കുന്ന കാര്യമൊന്നും ഓർക്കില്ല, ചാനൽ നോക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വ്യക്തമായിട്ട് ഞാൻ എടുക്കുന്ന ട്രേഡുകളെല്ലാം ഞാൻ ലൈവായിട്ട് പറയുന്നതായിരിക്കും. അതെടുത്തതിന് ശേഷം എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്തതെന്നുള്ള എക്സ്പ്ലനേഷൻസും ഞാനത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ 2-3 ദിവസം വായിച്ചത് നിങ്ങൾക്കറിയാം ഈ ട്രേഡ് എത്രത്തോളം സക്സസ് ആണ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ സ്റ്റോപ്പ് ലോസ് നമ്മൾ നേരത്തെ സംസാരിച്ച സ്റ്റോപ്പ് ലോസ്, നമ്മുടെ ട്രേഡിങ്സിലെല്ലാം സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതായിരിക്കും. അതായിരിക്കാൻ അഷ്യൂർ ചെയ്ത സാധാരണ പറയുന്ന പോലെ 50 വിപ്പ് 20 വിപ്പ് 40 വിപ്പ് ഒന്നും ഉണ്ടാവില്ല. ഏറിപ്പോയാൽ 10 വിപ്പ് അല്ലെങ്കിൽ 5 വിപ്പ് 6 വിപ്പൊക്കെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ട്രേഡിൽ കാണും. ഓക്കെ, അപ്പോൾ അത് ഒരു കാര്യം. നമ്മൾ ലൈവായിട്ട് ട്രേഡ്സ് കൊടുക്കുന്നു എന്ന് പറഞ്ഞത് ഒരു കാര്യം. അതിനുശേഷം നമ്മൾ എന്ത് സ്ട്രാറ്റജിയിലാണ് നമ്മൾ ഈ ട്രേഡ്സ് എല്ലാം എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഒരു സ്ട്രാറ്റജി വീഡിയോ നമ്മൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ്. ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ ഒരു 1 വീക്ക് ടൈമിനകത്ത് നമ്മൾ എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യും. അതും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് വർക്കൗട്ട് ആവുമോ എന്നുള്ളത് നമുക്ക് ലൈവിൽ ചെയ്യും പറയാൻ പറ്റും. അതേ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ലൈവിൽ ട്രേഡ് ചെയ്യാൻ പോകുക. നമ്മൾ ബേസിക്കലി നമുക്ക് 3 സ്ട്രാറ്റജീസാണ് ട്രേഡ് ചെയ്യാനുള്ളത്. ഒന്ന്, സ്വിംഗ് പോയിന്റ്സ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കും. മാർക്കറ്റ് കൺസോൾട്ടേഷനിലാണോ ട്രെൻഡിങ്ങിലാണോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് നമുക്കുണ്ട്. ഇനി ട്രെൻഡിങ് മാർക്കറ്റാണ്, അതായത് ബൈ ട്രെൻഡ് പോവുകയോ അല്ലെങ്കിൽ സെൽ ട്രെൻഡ് പോവുകയോ ചെയ്യുന്ന മാർക്കറ്റിലാണെങ്കിൽ എങ്ങനെ നമ്മളൊരു എൻട്രി കണ്ടുപിടിക്കണം എന്നുള്ള മെത്തേഡ്. പിന്നെ കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ള മെത്തേഡ്. സോ നോർമലി മാർക്കറ്റ് 3 ടൈപ്പ് സെറ്റപ്പേ ഉള്ളൂ. ഒന്ന് ബൈ ആയിരിക്കും, അല്ലെ സെൽ ട്രെൻഡ് ആയിരിക്കും, ഇല്ല കൺസോൾട്ടേഷൻ ആയിരിക്കും. അതായത് സിക്സാഗ് ചെയ്ത് പോയിട്ടിരിക്കുന്ന മാർക്കറ്റ് ആയിരിക്കും. സോ ഓക്കെ, അപ്പോൾ ഈ 3 സെറ്റപ്പിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളതിന് ഒരു സ്ട്രാറ്റജി നമുക്കുണ്ട്. അപ്പോൾ ആ സ്ട്രാറ്റജി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ആക്കി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതാണ് ബേസിക്കലി നമ്മുടെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈവ് സെഷൻസ് ആണ് നമ്മൾ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സാധാരണ മെന്റേഴ്സ് പറയുന്ന പോലെ അല്ല ലൈവ് മാർക്കറ്റ് കണ്ടീഷൻസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്. അത് എന്തൊക്കെയാണ് വരുന്നതെന്നറിയോ? എല്ലാവരും പറയും ട്രേഡിങ് നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്തു, നിങ്ങൾ ഗ്രീഡി ആയി എന്നൊക്കെ പറയും. ആക്ച്വലി ഇതെല്ലാം ഫൂളിഷ്നെസ് ആണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ട്രേഡിങ്ങിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സെറ്റപ്പിൽ എത്ര ട്രേഡ് വന്നാലും നമ്മൾ എടുക്കണം എന്നാണ് ശരി. അതാണ് ശരിയായ രീതി. നമ്മളൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചു. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക, 15 മിനിറ്റ് ക്യാൻഡിൽ ഇങ്ങനെ ബുള്ളിഷ് ആയിട്ട് വന്നാൽ ഞാൻ ഒരു ബൈ എടുക്കും എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ആ ഒരു ട്രേഡ് ബുള്ളിഷ് ആയാൽ നമ്മൾ ട്രേഡ് എടുക്കണം. അതിൽ നമ്മൾ ഉദ്ദേശിച്ച പ്രോഫിറ്റ്, ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ടാർഗറ്റ് നമ്മൾ $100 ആണ് അല്ലെങ്കിൽ $200 ആണ്. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും നമുക്ക് അതേ സ്ട്രാറ്റജിയിൽ പിന്നെയും ബൈ നമ്മൾ പിന്നെയും എടുക്കണം ട്രേഡ്. അങ്ങനെ ട്രേഡ് എടുത്ത് പോയാലേ സ്ട്രാറ്റജി ഫുള്ളായിട്ട് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്നൊരു ട്രേഡ് എടുത്തു,
ആ പ്രോഫിറ്റ് കിട്ടി നമ്മൾ മാറിയിരുന്നു, മാർക്കറ്റിൽ നിന്ന് മാറിയിരുന്നു, ഇനി ട്രേഡ് ചെയ്താൽ ലോസ് ആവുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ മാറി നിൽക്കും. അങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ എത്ര ട്രേഡ് വരുന്നുണ്ടോ എല്ലാം എടുക്കണം. എന്നാലേ ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും തിരിച്ചാ പറയുക, ഒരു ദിവസം ഒരു നല്ല ട്രേഡ് പിന്നെ ട്രേഡ് ചെയ്യരുത് എന്ന് പറയും. അങ്ങനെയല്ല, നമ്മളുടെ സെറ്റപ്പിലുള്ള എല്ലാ ട്രേഡും നമ്മൾ എടുക്കണം. 10 ട്രേഡ് നമ്മുടെ സെറ്റപ്പിൽ വന്നാൽ ഈ 10 ട്രേഡും നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ 10 ട്രേഡും എടുത്തിട്ടുണ്ടാവണം. ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്നുള്ളത്. കാരണം ഇന്ന് പോയ ട്രേഡ് നമുക്ക് നാളെ കിട്ടില്ല. ഇന്ന് നല്ലൊരു ബൈ പോയി കഴിഞ്ഞാൽ ആ ബൈ നമുക്ക് നാളെ കിട്ടില്ല. ഇന്ന് എടുക്കേണ്ട ബൈ ഇന്ന് തന്നെ ചെയ്യണം. സോ നമ്മുടെ സ്ട്രാറ്റജിയിൽ ഇന്ന് ബൈ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ചെയ്യണം. ഈ സ്ട്രാറ്റജി നാളെ പോയി നോക്കിയിട്ട് ഇന്നലെ എൻ്റെ സ്ട്രാറ്റജിയിൽ ബൈ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇന്ന് എടുക്കേണ്ടത് ഇന്ന് തന്നെ എടുക്കണം. സോ അതൊരു കണ്ടീഷനാണ് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ളത്. നമ്മൾ ആ സ്ട്രാറ്റജി ഫോളോ ചെയ്താണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. എപ്പോഴൊക്കെ സെഷനിലാണോ നമ്മൾ ട്രേഡ് ചെയ്യാനിരിക്കുന്നത് അപ്പോഴെല്ലാം നമുക്ക് വരുന്ന ട്രേഡ്സ് നമ്മൾ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ലൈവ് ചാനൽ ആക്റ്റീവ് ആയി കഴിയുമ്പോഴത്തേക്കും, ട്രേഡ്സ് എല്ലാം ആക്റ്റീവ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രാറ്റജി നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് 1 by 1 ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നമുക്ക് വേണ്ടത് നല്ലൊരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ്. അത് ലൈവായിട്ടുള്ള ട്രേഡ്സ് പറയുന്ന ആൾക്കാർ, ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് എനിക്ക് ഈ ചാനൽ കൊണ്ടുള്ള എൻ്റെ ലക്ഷ്യം. പ്രൈമറി ഒബ്ജക്റ്റീവ് എനിക്ക് അതാണ്. അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. സോ അതിനായിട്ട് നിങ്ങളെല്ലാവരും സഹായം എനിക്ക് ആവശ്യമുണ്ട്. ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സ് ഗ്രൂപ്പിലേക്ക് വരണം, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാവരും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക. ഓരോ വീഡിയോസായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ അറിവിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോസും എക്സ്പ്ലനേഷൻസും നമ്മൾ അടുത്ത് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഓപ്പണായിട്ട് പറയുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിലോ അല്ലെങ്കിൽ ഇനിയുള്ള അങ്ങനത്തെയുള്ള കാര്യങ്ങളോ നമ്മൾ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമ്മൾ തയ്യാറാണ്. തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, അതിനും എല്ലാവരും വെൽക്കം, നോ പ്രോബ്ലം. ഓക്കെ, സോ ഇന്നത്തേക്ക് ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.